ചേട്ടത്തി, ഇത് വാങ്ങൂ. വാസ്തവത്തിൽ മരുമകൾ നേരത്തെ തന്നെ ഗൃഹപ്രവേശം നടത്തിയതാ. എന്നാലും അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു. അതൊക്കെ ഇന്ന് ചേട്ടത്തി തന്നെ നിർവഹിക്കുന്നതാ നല്ലത്. എൻ്റെ സൂരജിന് വേണ്ടി തൽക്കാലം നിനക്ക് സ്ഥാനം തരുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും നിനക്ക് സ്ഥാനം കിട്ടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. ഇന്നു മുതൽ ഈ വീടാ എൻ്റെ ലോകം. എൻ്റെ ഗോപാലകൃഷ്ണ, ഇന്നു മുതൽ ഈ വീട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും എൻ്റേതാ. ഞാൻ ഇതിനെല്ലാം ആത്മാർത്ഥതയോടുകൂടി നിലനിർത്തും. ഞാൻ ഈ വിവാഹബന്ധം ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും പരിപാലിക്കും. കാരണം എന്നെ ഒരിക്കലും കൈവിടാത്ത ഒരു പുരുഷനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അവൻ അച്ഛനെ പോലെ ബന്ധങ്ങളെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്നവനല്ല. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവൻ രോഹനെ പോലെ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. അതുകൊണ്ട് ഞാൻ സൂരജിനെ മനസ്സുകൊണ്ട് എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. വരൂ മോളെ, വരൂ. ഈ കുട്ടി ഗോപാലകൃഷ്ണനെ നീ കയ്യിൽ തന്നെ വെച്ചോ. ഇനി എത്ര വലിയ വിഷയമായിരുന്നാലും ഇദ്ദേഹം നിന്റെ ഒപ്പം ഉണ്ടാവും. സന്തോഷമായിരിക്കെ. അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. വേറൊരു വഴിയും ഇല്ലാതിരുന്നപ്പോ ഈ കൃഷ്ണൻ തന്നെയാ വഴി കാണിച്ചത്. അകത്തേക്ക് കൊണ്ടുപോ മരുമോളെ. ഇവനെയും കൊണ്ടുപോയി കിടത്ത്. പിന്നെ എന്റെ മനുഷ്യത്വത്തെ ആരും ബന്ധങ്ങളോടുള്ള കടപ്പാടായി തെറ്റിദ്ധരിക്കരുത്.
അമ്മേ, ആ മഹാറാണി എന്തായാലും ഗൃഹപ്രവേശം നടത്തിയല്ലോ. നിങ്ങളുടെ മരുമകളാവുകയും ചെയ്തു. ഞാൻ എന്താ പറഞ്ഞേ? ഈ വീട്ടിലെ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. എന്റെ മനസ്സിൽ ഒരിക്കലും അവൾക്ക് സ്ഥാനം കൊടുക്കില്ല. ഈ ജന്മത്തിൽ എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് സുഖിക്കാന്ന് അവൾ ഒരിക്കലും വിചാരിക്കണ്ട. അത് നടക്കില്ല. കാവ്യ, റിയ, നിങ്ങളിത് മരുമോൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറയും. ഇതൊക്കെ അമ്മയുടെ സാരികളല്ലേ? അതിനാ മഹാറാണി ഈ പഴയ സാരികളൊക്കെ ഉടുക്കോ? ഈ സാരി എന്തായാലും നിനക്കല്ലല്ലോ, ഇഷയെടുത്തിക്കല്ലേ. ഓക്കെ, ഒരു അക്ഷരം കൊണ്ടെടുത്ത് കൊണ്ടുപോ. അച്ഛാ, അമ്മ പോയതിനു ശേഷം ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ ഇതൊക്കെ പുറത്തെടുത്തിരിക്കുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരാൾ ആത്മാഭിമാനത്തോടും സത്യസന്ധതയോടും നടന്നു കാണുന്നത്. എന്തോ ഇഷയിൽ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നുന്നു. അതുപോലെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവൾ ഈ വീടിനെ പഴയ ഐശ്വര്യമുള്ള വീടാക്കി മാറ്റുമെന്ന് തോന്നുന്നു. ധൈര്യമായിട്ട് പറയൂ, നിങ്ങളെ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നതാണോ? ഇല്ല ഇൻസ്പെക്ടർ സർ, ഇതെന്റെ സ്വന്തം ആൾക്കാരാ. ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാ. എന്റെ ഇഷ്ടത്തോടെ തന്നെയാ ഇവിടെ ഇരിക്കുന്നത്. അച്ഛന് വേണ്ട പാവക്കുട്ടി. അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതിന് തല കുലുക്കി സമ്മതിക്കുന്നവളാ. ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല. അങ്ങനെ എന്റെ ആത്മാഭിമാനം ഞാൻ ആർക്കു മുന്നിലും പണയം വെക്കില്ല. പക്ഷെ എനിക്കൊരു സംശയം. ഞാനിനി എന്റെ പ്രതീക്ഷകളുടെ ഭാരം കൂടി ആ കുട്ടിയുടെ തലയിൽ വെച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുകയാണോ? സ്വാർത്ഥനാവുകയാണോ? അല്ല, ഒരിക്കലും അല്ല അച്ഛാ. ഇങ്ങോട്ട് വന്നേ. അച്ഛനെ പോലൊരു മനുഷ്യന് ഒരിക്കലും സ്വാർത്ഥനാകാനേ പറ്റില്ല. പിന്നെ ഈ തീരുമാനം ഇഷയേട്ടത്തി എടുത്തതല്ലേ. അവർക്ക് വേണമെങ്കിൽ പോവായിരുന്നല്ലോ. പക്ഷെ അവർ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഏട്ടനും സ്വീകരിക്കുകയല്ലേ ചെയ്തത്. അച്ഛൻ ചെയ്തത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണെങ്കിൽ സത്യം പറഞ്ഞ സൂര്യചേട്ടന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടതാ. പക്ഷെ പറയാൻ പറ്റത്തില്ല, ഇതിലൂടെ ചിലപ്പോ നമുക്ക് പഴയ സൂര്യചേട്ടനെ തിരിച്ചു കിട്ടിയാലോ. ഈശ്വരൻ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ സൂരജിന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമകൾ. എന്റെ വിവാഹബന്ധത്തെ ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നത്. മോളെ വിദ്യ, വാല് തുറക്ക്. മോളെ വിദ്യ, വാല് തുറക്ക് മോളെ. അമ്മായിയാ വിളിക്കുന്ന. വിദ്യ, വിദ്യ, വാതിൽ തുറക്ക്. അയ്യോ എന്റെ ഭഗവാനെ, ഇവളിത് എന്തിനുള്ള പുറപ്പാടാന്ന് അറിയില്ലല്ലോ. മോനെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വാതിലൊക്കെ പൊളിച്ചേക്ക്. വിദ്യ, മോളെ. അയ്യോ, പാവ വിദ്യയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല.